കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം വരാനിരിക്കുന്ന ഭരണമാറ്റങ്ങളെയും അധികാര സമവാക്യങ്ങളെയും കുറിച്ച് ചർച്ച ചെയ്ത് തുടങ്ങവെ കോൺഗ്രസിനും UDF-നുമെതിരെ രൂക്ഷമായ വിമർശനവുമായി SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഒരു സർക്കാർ രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അധികാരം പങ്കുവെക്കുന്നതിനെ ചൊല്ലിയും വർഗീയ പ്രീണനത്തെ ചൊല്ലിയും കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന തർക്കങ്ങൾ കേരളത്തിന്റെ മതനിരപേക്ഷ സ്വഭാവത്തിന് ഭീഷണിയാണെന്ന് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ മുന്നറിയിപ്പ് നൽകി. ഈ ചർച്ചകൾ കേവലം ഒരു പാർട്ടിയുടെ ആഭ്യന്തര വിഷയമല്ലെന്നും മറിച്ച് കേരളത്തെ എങ്ങോട്ടാണ് ഇത് നയിക്കുന്നത് എന്ന ഗൗരവകരമായ ചോദ്യമാണ് ഉയർത്തുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ശിവപ്രസാദിന്റെ വിമർശനം പ്രധാനമായും വിരൽ ചൂണ്ടുന്നത് കഴിഞ്ഞ UDF ഭരണകാലത്ത് കേരളം സാക്ഷ്യം വഹിച്ച 5ാം മന്ത്രി വിവാദത്തിലേക്കും താക്കോൽ സ്ഥാന തർക്കങ്ങളിലേക്കുമാണ്. അന്ന് ഭരണത്തിന്റെ പകുതി പിന്നിട്ടപ്പോഴാണ് ഇത്തരം വിഭാഗീയ ചർച്ചകൾ ഉയർന്നതെങ്കിൽ ഇന്ന് തിരഞ്ഞെടുപ്പ് ഫലങ്ങൾക്കും സർക്കാർ രൂപീകരണത്തിനു മുമ്പ് തന്നെ ഇത്തരം വിലപേശലുകൾ ആരംഭിച്ചിരിക്കുന്നു എന്നത് അപകടകരമായ സൂചനയാണെന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നു. മുഖ്യമന്ത്രി ആരെന്ന് പോലും തീരുമാനിക്കാത്ത സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് വഴക്കുകൾ പൊതുസമൂഹത്തിന് മുന്നിൽ വിഴപ്പുലക്കലായി മാറുന്നുവെന്ന് അദ്ദേഹം പരിഹസിച്ചു. കോൺഗ്രസ് നേതാക്കളും അണികളും ഗ്രൂപ്പ് തിരിഞ്ഞ് നടത്തുന്ന ഈ പോരാട്ടം അവരുടെ ആഭ്യന്തരകാരമായി തള്ളിക്കളയാനാവില്ലെന്ന് ശിവപ്രസാദ് വ്യക്തമാക്കുന്നു. ഈ ഗ്രൂപ്പ് വഴക്കിന്റെയും അധികാര വടംവലിയുടെയും മറവിൽ കേരളത്തിലെ സാമൂഹികവും മതനിരപേക്ഷവുമായ രാഷ്ട്രീയ അന്തരീക്ഷത്തെ പോറലേൽപ്പിക്കുന്നു എന്ന ചർച്ചകളാണ് ചില കോണുകളിൽ നിന്ന് ഉയരുന്നത്. ഇത് കേരളം അതീവ ഗൗരവത്തോടെ നോക്കിക്കാണണം. അധികാരത്തിന് വേണ്ടിയുള്ള ഈ നെട്ടോട്ടത്തിൽ മതനിരപേക്ഷ മൂല്യങ്ങൾ പണയം വെക്കപ്പെടുന്നുണ്ടോ എന്ന ആശങ്കയാണ് ഇടതുപക്ഷം ഉയർത്തുന്നത്. UDF അധികാരത്തിൽ എത്തിയാൽ സംഭവിക്കാൻ പോകുന്ന വിപത്തുകളെ കുറിച്ച് ഇടതുപക്ഷം നേരത്തെ നൽകിയ മുന്നറിയിപ്പുകൾ ഓരോന്നായി ശരിവെക്കപ്പെടുകയാണെന്ന് ശിവപ്രസാദ് അവകാശപ്പെട്ടു. വികസനത്തെക്കാളും ജനക്ഷേമത്തെക്കാളും ഉപരിയായി ആര് ഭരിക്കണം, ആർക്ക് എത്ര വിഹിതം വേണം എന്നതിലാണ് കോൺഗ്രസ് കേന്ദ്രീകരിക്കുന്നത്. ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും അധികാരമോഹം മാത്രമാണ് UDF-നെ നയിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. കേരളത്തിന്റെ സവിശേഷമായ മതനിരപേക്ഷ മനസ്സിനെ തകർക്കാൻ വർഗീയ ശക്തികൾ ഈ സാഹചര്യം മുതലെടുക്കുമെന്നതാണ് ശിവപ്രസാദ് ഉയർത്തുന്ന ഏറ്റവും വലിയ ഭീതി. ഗ്രൂപ്പ് വൈരത്തിനിടയിൽ മതപരമായ ചേരിതിരിവുകൾ ഉണ്ടാകുന്നത് വർഗീയ ശക്തികൾക്ക് വളക്കൂറുള്ള മണ്ണൊരുക്കും. നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന മതനിരപേക്ഷതയുടെ രക്തമൂച്ച് കുടിക്കാൻ വർഗീയ കക്ഷികൾ കാത്തിരിക്കുകയാണെന്നും അതിന് കോൺഗ്രസ് അവസരമൊരുക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കോൺഗ്രസിന്റെ നിലപാടുകളെ BJP-യുടെ അജണ്ടയുമായി ബന്ധിപ്പിച്ചും അദ്ദേഹം വിമർശനം ഉന്നയിച്ചു. BJP ഒരുക്കിയിരിക്കുന്ന അടുപ്പിൽ നിങ്ങൾ പാചകം ചെയ്യാൻ ആരംഭിക്കുന്നു എന്ന അദ്ദേഹത്തിന്റെ പരാമർശം ദേശീയ തലത്തിലും സംസ്ഥാനത്തിലും കോൺഗ്രസ് സ്വീകരിക്കുന്ന മൃതഹിന്ദുത്വ നിലപാടുകളെയും അവസരവാദ രാഷ്ട്രീയത്തെയുമാണ് ലക്ഷ്യം വെക്കുന്നത്. BJP-ക്ക് കേരളത്തിൽ വേരുറപ്പിക്കാൻ കോൺഗ്രസ് നേതാക്കളുടെ ഇത്തരം നീക്കങ്ങൾ സഹായകരമാകുന്നു എന്നതാണ് SFI-യുടെ ആരോപണം. മതനിരപേക്ഷതയെക്കുറിച്ച് വാചാലരായി അധികാരത്തിലെത്താൻ ശ്രമിക്കുന്ന കോൺഗ്രസ് യഥാർത്ഥത്തിൽ കേരളത്തെ വഞ്ചിക്കുകയാണെന്ന് ശിവപ്രസാദ് പറഞ്ഞു. വർഗീയ കക്ഷികളെ കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുന്ന നിലപാടാണ് കോൺഗ്രസിന്റേത്. ഇത് കേവലം രാഷ്ട്രീയ ആരോപണമല്ലെന്നും മറിച്ച് കേരളത്തിന്റെ വരും കാലത്തെ ബാധിക്കുന്ന ഗൗരവകരമായ വിഷയമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. കോൺഗ്രസിനുള്ളിലെ താക്കോൽ സ്ഥാന ചർച്ചകൾ കേരള രാഷ്ട്രീയത്തിൽ എന്നും വിവാദങ്ങൾക്ക് തിരികൊടുത്തിട്ടുണ്ട്. സമുദായ നേതാക്കളുടെ ഇടപെടലുകളും ഇതിന് ആക്കം കൂട്ടുന്നു. ഈ പ്രവണത വീണ്ടും ആവർത്തിക്കുന്നത് ജനാധിപത്യ സംവിധാനത്തിന് ഗുണകരമല്ല. ജനാധിപത്യ രീതിയിലുള്ള സർക്കാർ രൂപീകരണത്തിന് പകരം സാമുദായിക സമവാക്യങ്ങൾക്ക് പിന്നാലെ പോകുന്ന കോൺഗ്രസ് ശൈലി കേരളത്തെ പതിറ്റാണ്ടുകൾ പിന്നോട്ട് നയിക്കുമെന്ന് അദ്ദേഹം ആശങ്കപ്പെടുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ശിവപ്രസാദ് മുന്നോട്ട് വെക്കുന്ന പ്രധാന ആവശ്യം കോൺഗ്രസ് തങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ വ്യക്തമാക്കണമെന്നതാണ്. അധികാരത്തിന് വേണ്ടി ആരുമായും കൈകോർക്കാനും ഏത് വർഗീയ അജണ്ടയ്ക്കും വഴിപ്പെടാനും തയ്യാറാകുന്നത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം. ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ ബദലിന് മാത്രമേ ഇത്തരം പ്രതിസന്ധികളെ മറികടക്കാൻ സാധിക്കൂവെന്നും അദ്ദേഹം പരോക്ഷമായി സൂചിപ്പിക്കുന്നു. അവസാനമായി മതനിരപേക്ഷ കേരളം കോൺഗ്രസിനാൽ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്ന ശക്തമായ പ്രഖ്യാപനത്തോടെയാണ് ശിവപ്രസാദ് തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ പ്രബുദ്ധതയെ തളച്ചിടാനുള്ള നീക്കങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും വികസനവും മതനിരപേക്ഷതയും ചർച്ചയാകേണ്ട ഇടങ്ങളിൽ അധികാര തർക്കങ്ങൾ കടന്നു വരുന്നത് തടയണമെന്നും അദ്ദേഹം കേരളത്തിലെ യുവജനങ്ങളോടും പൊതുസമൂഹത്തോടും അഭ്യർത്ഥിക്കുന്നു. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ രാഷ്ട്രീയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ഇത് വഴി തുറക്കുമെന്ന് ഉറപ്പാണ്.